ഹലോ, എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നാടൻ രീതിയിൽ ഒരു മത്തങ്ങ ഒഴിച്ചുകറിയാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ചെറിയ ഇനത്തിൽപ്പെട്ട മത്തങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ പകുതിയാണ് നമുക്ക് വേണ്ടതുള്ളൂ. അപ്പോൾ നമുക്കിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ അതാ നമ്മൾ കഷ്ണങ്ങളായിട്ട് എടുത്തിട്ടുണ്ട് മത്തങ്ങ. ഇനി അത് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം. ആവശ്യത്തിന് വെള്ളവും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് വേവിക്കാനായിട്ട് വയ്ക്കാം. അപ്പം നമുക്കിത് വേവിക്കാനായിട്ട് വെക്കുന്ന സമയത്ത് വേണമെങ്കിൽ പച്ചമുളകും കൂടെ കീറിയിടാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ പച്ചമുളക് അരയ്ക്കാനായിട്ടാണ് എടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് കാന്താരി അരയ്ക്കോ ഉള്ളതനുസരിച്ച് അരച്ച് കൊടുക്കാവുന്നതാണ്. അപ്പം നമ്മൾ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. പച്ചമുളകും ജീരകവുമാണ് അരയ്ക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പം നമുക്കിനി നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. മത്തങ്ങ വെന്ത് വന്നിട്ടുണ്ട്. അതൊന്ന് ചെറുതായിട്ട് ഉടച്ചു കൊടുക്കാം. മുഴുവനായിട്ട് ഉടച്ചു കൊടുക്കണ്ട. അപ്പോൾ നമുക്ക് കഷ്ണങ്ങളൊക്കെ ആയിട്ട് കുറച്ച് കിടക്കാൻ പാകത്തിന് ഉടച്ചു കൊടുത്താൽ മതിയാവും. ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ജാറും കൂടി ഒന്ന് കഴുകി ഒഴിക്കാവുന്നതാണ്. അരപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പുളി ആവശ്യമുള്ളവർക്കാണെങ്കിൽ ഒരല്പം വാളൻ പുളി അല്ലെങ്കിൽ 1/4 കപ്പ് തൈരോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരുപാട് തിളച്ച് പോകുന്നതിന് മുമ്പ് നമുക്കത് വാങ്ങി വയ്ക്കാം. ഇനി നമുക്ക് കടുക് വറുക്കാനായിട്ട് കുറച്ചധികം കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. കൊച്ചുള്ളി, കറിവേപ്പില, വറ്റൽമുളകുമാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് കടുക് വറുത്ത് കൊച്ചുള്ളി മൂത്ത് കഴിയുമ്പോഴത്തേക്കും കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ഇനി ഏകദേശം വാങ്ങാറാകുമ്പോഴത്തേക്കും വറ്റൽമുളകും കൂടി ഇട്ടിട്ട് അതുകൂടി ഒന്ന് മൂത്ത് വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല രുചികരമായ രീതിയിൽ ഒരു മത്തങ്ങാക്കറിയാണ് റെഡിയായിരിക്കുന്നത്. നമുക്ക് ചോറിനോ ഗോതമ്പ് ദോശയ്ക്കോ ചപ്പാത്തിക്കോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.